Hello guys, welcome back to EduPod. Once again, it's me, Salsabin. Okay, അപ്പോൾ സ്നേഹത്തോടെ മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി EduPodലേക്ക് സ്വാഗതം പറയുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഉറപ്പായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നോക്കിക്കോളൂ മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് ഇവിടെ തരാൻ പോകുന്നത്. അപ്പോൾ ഏത് പരീക്ഷയ്ക്കാണ്? വേറെ ഏതല്ല, ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ നോക്കിക്കോളൂ, ചോദ്യം ഇതാണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കാറില്ല, വളരെ ഷുവറായിട്ടുള്ള ചോദ്യമാണ്. റൈറ്റ് എനി 4 ഷോർട്ട് റൺ കോസ്റ്റ് വിത്ത് ഇക്വേഷൻസ്. ഓക്കെ, നമ്മുടെ കോസ്റ്റ് കർവുകളാണ് ചോദിച്ചല്ലേ. ഏതാണ് കോസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്? ഷോർട്ട് റണ്ണിൽ ചോദിച്ചില്ലേ. എനി 4 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏതാണ്, 4 നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 4 ഷോർട്ട് റണ്ണിലെ 4 കോസ്റ്റ് കർവുകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. 2024 ഫൈനൽ എക്സാമിന് 4 മാർക്കിന് ചോദിച്ചതാണ്. അതായത് ഓരോ കർവിനും ഓരോ മാർക്ക് വീതം വെച്ച് നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ എന്തായാലും കർവുകളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറേ ഈ പറഞ്ഞ 3rd ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ കോസ്റ്റിലെ കർവിനെ കുറിച്ച് പറഞ്ഞിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കർവിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഈ പറയുന്ന കർവിൽ നമുക്ക് വരുന്ന ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. നമുക്ക് ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് പീരിയഡ് ആണല്ലേ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ അറിയുന്നൊരു കാര്യമുണ്ട്, ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമാണ്. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലാണ് പ്രൊഡക്ഷൻ നടത്താറില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് കുറച്ച് കാലത്തേക്ക് തുടങ്ങാമല്ലേ. ഇപ്പോൾ തൽക്കാലം നിങ്ങളിപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പറയാം. ഇപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഫോറിൻ കൺട്രിയിൽ പോയി പഠിക്കാൻ, യൂറോപ്പിൽ പോയി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ നിങ്ങളുടെ വിസയും കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ആയ സമയത്ത് ഒരു 2-3 വർഷത്തേക്ക് നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ആവുമെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആ 3 വർഷം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ബിസിനസ് തുടങ്ങി. ഓക്കെ, ഒരു ബിസിനസ് തുടങ്ങി. എന്ത് തുടങ്ങാം? ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങി. നമ്മുടെ കമ്പനിയുടെ പേര് എന്നും പറയുന്ന പോലെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി നിങ്ങൾ തുടങ്ങി. അങ്ങനെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി നിങ്ങൾ തുടങ്ങിയിരുന്നു. ആ തുടങ്ങിയ കമ്പനി പ്രവർത്തിക്കുന്നു എത്ര വർഷത്തേക്കാണ്? വെറും 3 വർഷം അല്ലേ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 3 വർഷത്തേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയ നിങ്ങൾ എല്ലാ സാധനവും ഒരുപാട് വലുതാക്കി വാങ്ങും? ഇല്ല, ചെറിയൊരു കമ്പനി ആയിരിക്കും തുടങ്ങുമ്പോൾ അല്ലേ, 3 വർഷത്തേക്ക് മതിയല്ലോ. അതുപോലെ ചെറിയ രീതിയിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം കുറേ കാര്യങ്ങൾ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഏതെങ്കിലും 1-2 വേരിയബിൾ ഫാക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് റണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഷോർട്ട് റണ്ണിൽ 2 തരം ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ഫാക്ടറിൻ്റെ പേര് നമ്മൾ വിളിച്ചു വേരിയബിൾ ഫാക്ടർ. എന്ന് വെച്ചാൽ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അല്ലേ, വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് നമുക്കറിയാം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ നിങ്ങൾക്കറിയാം, ചില കാര്യങ്ങൾ ഫിക്സഡ് ആയിരിക്കും അല്ലേ. ചില കാര്യങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും, ഫിക്സഡ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു വെച്ചു. വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫിക്സഡ് ആക്കി വെക്കാൻ പറ്റുമോ? ഇല്ല, ചിലത് എന്തെങ്കിലും ഒരു വേരിയബിൾ ഫാക്ടർ ഉണ്ടായിരിക്കും അല്ലേ, അതുപോലെ ഫിക്സഡ് ഫാക്ടർ ഉണ്ടായിരിക്കും. ഇനി വേരിയബിൾ ഫാക്ടറിനും ഫിക്സഡ് ഫാക്ടറിനും ഉദാഹരണം പറയുകയാണെങ്കിൽ, വേരിയബിൾ ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലേ, ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് തന്നെയാണ് എന്ത്, ഇലക്ട്രിസിറ്റി കോസ്റ്റ് അഥവാ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എല്ലാ മാസം ഒരുപോലെയാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് വരാറുള്ളത്? അല്ല, അത് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് പറയുന്നു, വേരിയബിൾ ഫാക്ടേഴ്സ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റാണ് എന്ത് പറയും, വേരിയബിൾ കോസ്റ്റ് അല്ലേ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ്, ആ പേര് ഇപ്പോൾ തന്നെ കത്തിന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേരിയബിൾ കോസ്റ്റാണ് എന്ത്, ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിയൊക്കെ തുടങ്ങി, കമ്പനി അഥവാ കത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരില്ലേ. അപ്പോൾ ആ നഷ്ടമൊക്കെ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്താണത്, അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രീമിയം അടക്കാറുണ്ട്. അപ്പോൾ എന്ത് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന ഫിക്സഡ് ഫാക്ടേഴ്സിന് എക്സാമ്പിളായിട്ട് പറയാം ഇൻഷുറൻസ് പ്രീമിയം. എന്താണ് പറയുന്നത്, ഇൻഷുറൻസ് പ്രീമിയം. എന്താ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ 2 മാസമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ വർഷത്തിൽ എന്തെങ്കിലും ഒരു നിശ്ചിത തുക അടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ പറയുന്നത് നിശ്ചിതമായ തുക എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കി, ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റാണ് നമുക്ക് വരുന്നെങ്കിൽ അതെന്ത് പറയാം, ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് പറയാം. വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ്, മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് സാധാരണ വരുന്ന വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വരാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കർവ് പഠിക്കാറുള്ളത്. അപ്പോൾ നോക്കിക്കോളും, ഷോർട്ട് റണ്ണിൽ നമുക്ക് വരുന്ന കോസ്റ്റ് കർവുകൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ് കേട്ടോ. ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് കർവുകൾ 4 എണ്ണമാണ്. ആ 4 കർവുകളാണ് കൊടുക്കുന്നത്. നോക്കണേ, ഒന്നാമത്തെ ആളുടെ പേരാണ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. ഒന്നുകിൽ ആവറേജ് കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ ആളുടെ പേരാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ എന്ത് പറയും, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്നും പറയാറുണ്ട്. മൂന്നാമത്തെ ആളുടെ പേരാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നു, അഥവാ അയാളെ നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് റൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നാലാമത്തെ ആളെന്ന് പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ആളാണ്, MC എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നും പറയാറുണ്ട്. ഈ 4 പേരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ധാരണ കേട്ട് വരിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് വേറെ. അതാരൊക്കെയാണ്, TC പഠിച്ചിട്ടുണ്ട്, TVC പഠിച്ചിട്ടുണ്ട്,
അതേപോലെ TFC പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവരുടെയൊക്കെ കുടുംബക്കാരാണ് ശരിക്കാർ ഈ പറഞ്ഞിരിക്കുന്ന 3 പേര്. ഓക്കെ, MC ഒഴികെ ഇവർ 3 പേരും ഈ പറഞ്ഞിരിക്കുന്ന TCയുടെ ഒക്കെ കുടുംബക്കാരാണ്. അപ്പോൾ TCയുടെ കുടുംബക്കാരനായിട്ട് വരുന്ന ആളാണ് AC, TVCയുടെ കുടുംബക്കാരനാണ് ABC, അതുപോലെ TFCയുടെ കുടുംബക്കാരനാണ് AFC എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള എന്തോ, അതായത് ഓക്കെ നമ്മുടെ അമ്മായിയുടെ മക്കളാണെന്ന് പറയും അല്ലേ. അമ്മായിയുടെ മക്കളെ സൂചിപ്പിക്കാൻ എന്ത് ചെയ്യും, അമ്മായി, ആൻറ്റി, എന്ന് ചേർക്കും അല്ലേ. അതുകൊണ്ട് TC മാറിയിട്ട് എന്തായി മാറും, AC ആയി മാറും. TVC മാറി ABC ആയി മാറും. TFC മാറി TFC മാറിയിട്ട് എന്ത് ചെയ്യുന്നു, AFC ആയിട്ട് മാറുന്നു. അഥവാ ഈ പറയുന്ന T ഒക്കെ മാറിയിട്ട് എന്ത് ചെയ്യുന്നു, A വരുന്നു അല്ലേ. ടോട്ടൽ മാറി ആവറേജ് വരുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ കോസ്റ്റ് കർവുകൾ നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് കർവാണ് ഇതിൽ തന്നിട്ടുള്ളത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. എന്താണ് പറയുന്നത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, AFC എന്നാണ് പറയാറുള്ളത്. AFC എന്നാണ് പറയാറുള്ളത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. എന്ന് വെച്ചാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. എന്താ പറഞ്ഞത്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. എന്താ റെക്ടാങ്കുലർ ഹൈപ്പർബോള, വരച്ചു തരാൻ നോക്കിക്കോളൂ. നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മുടെ കോസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലേ, ആ പേര് തന്നെ ഉണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അതിലെപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിൽഡിംഗ് തുടങ്ങി ബിസിനസ്സിന് വേണ്ടി ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുത്തു. അതിന് 10 ലക്ഷം രൂപ ചിലവായില്ലേ. അത് 2010 10 ലക്ഷം, 2011 12 13 എല്ലാ വർഷവും അതിന് ഒരേ ചിലവ് തന്നെയാണ് ഉണ്ടാവുക. എത്ര, ആ 10 ലക്ഷം രൂപ ചിലവായി പോയത് തന്നെയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യും, നമ്മുടെ AFC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, TFC കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തിനാണ്, TFCയെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ AFC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് TFC ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്നു. ഓക്കെ, നമുക്കറിയാം TFC എന്ന് പറയുന്നത് ഇപ്പോൾ 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 രൂപയാണെന്ന് വിചാരിക്കുക. ഇനി നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 2 3 4 5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ AFC അതിനനുസരിച്ച് മാറും അല്ലേ. നോക്കി നിങ്ങളുടെ AFC എത്രയ്ക്ക് വാല്യൂ വരിക, 100 ഡിവൈഡ് ബൈ 1 പറയുമ്പം 100 ഡിവൈഡ് ബൈ 1, 100 ഡിവൈഡ് ബൈ 2, 100 ഡിവൈഡ് ബൈ 3, 100 ഡിവൈഡ് ബൈ 4 ആൻഡ് 100 ഡിവൈഡ് ബൈ 5. നോക്കി ഇതിൻ്റെയൊക്കെ വാല്യൂ എത്ര വരിക, 100 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100, 100 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50, 100 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 33.33, 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25, 100 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. എന്താ ചെയ്യുന്നത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടായിരിക്കുന്നു അല്ലേ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് എന്തായി മാറും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇതാ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും എക്സ് ആക്സിനെയോ അല്ലെങ്കിൽ Y ആക്സിനെയോ ടച്ച് ചെയ്യേയില്ല. എന്താ കാരണം, ഒരേ ഒരു കാരണം, ഈ പറഞ്ഞ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും 0 ആവില്ല. കാരണം എന്താണ്, നമ്മുടെ കോസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലേ, ഓൾറെഡി ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു, അതൊരിക്കലും 0 ആവില്ല. ആ 0 ആവാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഷേപ്പ് എപ്പോഴും റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ച് ഇനി ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ നേരെ അടുത്തേ പോവാണ്. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക, AFC = TFC ഡിവൈഡ് ബൈ Q. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വേറെ ആരില്ല, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കണം അല്ലേ. എന്ത് ഷേപ്പാണ്, U ഷേപ്പ് ആണെന്ന് പറഞ്ഞത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് പോലെയല്ല, ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഷേപ്പിന് മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കുറിച്ച് നോക്കാം. എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, നോക്കിക്കൊള്ളടാ. നമ്മുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പഠിച്ച പോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പഠിക്കാൻ നമുക്ക് ആദ്യം ഒരാളറിയണം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ. വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ചിലവാണ്. ഇപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ചിലവ്, അതുപോലെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന ആളുകൾ അല്ലേ, കൂലിക്ക് ആൾക്കാർ വന്നിട്ടുണ്ടാകും, കൂലിക്ക് കൊടുത്ത പൈസ, അഥവാ കൂലിപ്പണി ചെയ്ത ആളുകൾ കൊടുത്ത വേജ് റേറ്റ്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ TVC അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റാണ് AVC എന്ന് പറയുന്നത്. AVC = എന്താണ്, TVC ഡിവൈഡഡ് ബൈ Q ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിക്കുക. TVC ഡിവൈഡ് ബൈ Q ചെയ്താൽ എന്ത് കിട്ടും, AVC കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ TVC എന്താവാം, TVC വിൽ ബി 0 ആകും. അപ്പോൾ when quantity of output is equal to 0, നമ്മുടെ ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് TVC 0 ആയിരിക്കും. എന്താ കാരണം എന്നറിയോ,
ഒരു കമ്പനി പ്രവർത്തിച്ചാൽ മാത്രം ഉണ്ടാകുന്ന ചിലവുകളാണ് വേരിയബിൾ കോസ്റ്റ്. കമ്പനി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ചിലവുണ്ടാവോ? ഇല്ല. ഔട്ട്പുട്ട് 0 ആണെന്ന് പറഞ്ഞാൽ കമ്പനി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ്, അപ്പോൾ ആ ചിലവ് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ABC കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കർവ് പോകുന്നത് ഇങ്ങനെ യു ഷേപ്പിലായിരിക്കും പോകുമെന്ന് പറഞ്ഞല്ലേ. യു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും എന്നുള്ള ഉദ്ദേശിച്ചത് അങ്ങനെ അത്ര വൃത്തിയുള്ള യു ഒന്നുമല്ല, കുറച്ച് വൃത്തികേടായിട്ടുള്ള യു തന്നെയാണ്. അതായത് നമ്മുടെ ABC കർവ് ഇങ്ങനെയാണ് പോകാറുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ABC കർവ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം ABC ഇങ്ങനെ കുറഞ്ഞു വരും, പിന്നെ അതൊരു മിനിമത്തിലെത്തും. അതിനുശേഷം എന്ത് ചെയ്യും, ആ പറഞ്ഞ ABC കർവ് കൂടാൻ തുടങ്ങും, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടാൻ തുടങ്ങും. അതാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കർവാണ് ഷോർട്ട് ആവറേജ് കോസ്റ്റ് കർവ്, അല്ലെങ്കിൽ നമ്മൾ AC കർവ് എന്നും പറയാറുണ്ട്. ഓക്കെ, AC കർവിൻ്റെ ഷേപ്പ് എന്ത് തന്നെയാണ്, യു ഷേപ്പ് തന്നെയാണ് കേട്ടോ, യു ഷേപ്പ് തന്നെയാണ്. അപ്പോൾ AC കർവ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്, AC കർവിന് നമ്മൾ ഇതുപോലെ ബന്ധമുണ്ട്. AC ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അമ്മായിൻ്റെ മോനാണ് അല്ലേ, ആരാണ്? അപ്പം നമ്മുടെ TC കർവിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ് AC കർവ്. അതായത് TC ഡിവൈഡ് ബൈ Q ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, AC കർവ് കിട്ടുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തൊന്നുമല്ല, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടും. ഇപ്പോൾ തന്നെ ലെങ്ത്ത് കൂടുന്നുണ്ടാവും അല്ലേ, പക്ഷേ സാരമില്ല മക്കൾ പഠിച്ചെടുത്തോളൂ. ഈ പറഞ്ഞിരിക്കുന്ന TC കർവ് എന്താവില്ല, ഒരിക്കലും 0 ആവില്ല. TC കർവ് ഒരിക്കലും 0 ആവില്ല. വെൻ ഔട്ട്പുട്ട് 0 ആയാൽ പോലും TC കർവ് ഒരിക്കലും 0 ആവില്ല. ആ സമയത്ത് TC എന്തായിരിക്കും, TC വിൽ ബി TFC ആയിട്ട് മാറും. ഓക്കെ, ആ സമയത്ത് TFC ആയിട്ട് മാറുമെന്നുള്ളത് ഓർത്ത് വെക്കട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സാക്റ്റ് പറഞ്ഞൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഈ സമയത്ത് നമ്മുടെ AC കർവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, AC കർവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കോമിക് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഷേപ്പ് എന്താണ്, യു ഷേപ്പ് തന്നെയാണ്. ഇതാ ഇങ്ങനെയാണ് പോകാറുള്ളത്. ആൻഡ് ഫൈനലി നമുക്കിനി ഒരാളെ കൂടി പഠിക്കാനുണ്ട്. ആരാണത്, അതാണ് MC കർവ്. ആരാണ്, മാർജിനൽ കോസ്റ്റ് കർവ് അല്ലെങ്കിൽ MC കർവ് എന്ന് പറയും. നമ്മളെപ്പോഴും എക്കണോമിക്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു ടേമാണ് മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എക്കണോമിക്സിൽ എവിടെ മാർജിൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്, അധികമായി. ഓക്കെ, അധികമായി വന്നത്, അല്ലെങ്കിൽ നമ്മളെന്താ പറയും, അഡീഷണൽ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് ഉറപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അഡീഷണൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർജിനൽ ചോറ് തന്ന അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുക ചോറ്. അഡീഷണൽ പേപ്പർ എന്താ പറയുക, മാർജിനൽ പേപ്പർ. അഡീഷണൽ മാർക്കിന് മാർജിനൽ മാർക്ക്, അഡീഷണൽ അടിക്ക് അഡീഷണൽ അടി അല്ലേ, അഡീഷണൽ വഴക്കിന് അഡീഷണൽ വഴക്ക് ഒക്കെ പറയാം അല്ലേ. എന്താണ് ഇതിനൊക്കെ പറയുന്ന ടൈം, മാർജിനൽ എന്ന് പറഞ്ഞ ടൈമാണ്. അപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അഡീഷണൽ ആയിട്ടുണ്ടായ കോസ്റ്റ് ആണ്. ഇതിൻ്റെ ഷേപ്പും യു ഷേപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ TC വെച്ചിട്ടാണോ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം MC = ഡെൽറ്റ TC ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഡെൽറ്റയൊക്കെ ആദ്യമായിട്ടാണ് കാണുകയാണെന്ന് പറയുന്നത്, കാരണം ഈ ചാപ്റ്റർ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ത്രികോണം വിവരിക്കുന്നത് എന്താണ്, ഡെൽറ്റ എന്നാണ് അതിൻ്റെ വായിക്കുന്നത്. എന്താ ഡെൽറ്റയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത്, ചേഞ്ചാണ് അല്ലേ, ചേഞ്ചാണ്. അഥവാ നമ്മുടെ ടോട്ടൽ കോസ്റ്റിലെ ചേഞ്ചിനെ ടോട്ടൽ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ MC നമുക്ക് കിട്ടും. ഓക്കെ, ഇനി MC കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു, ഇതാ ഇങ്ങനെ വരുന്നത്. MC കർവിൻ്റെ ഷേപ്പും യു ഷേപ്പാണെന്ന് പറഞ്ഞു, ഇങ്ങനെ വരുന്നത് അല്ലേ. MC കർവ് വരുന്നത് യു ഷേപ്പാണ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ എല്ലാ കർവുകളും നോക്കിയാൽ നമ്മളിവിടെ 4 കർവുകൾ പറഞ്ഞു. ഈ 4 കർവുകൾ നമുക്ക് ഒന്നിച്ച് ചേർക്കണ്ടേ, വേണം. ആ 4 കർവും ഒന്നിച്ച് വരച്ച് ഒരൊറ്റ ചിത്രമായിട്ട് ഇപ്പോൾ തന്നെ വരച്ച് പഠിപ്പിച്ചിടാം. ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും അത് തന്നെയായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 4 കർവുകളും എങ്ങനെ വരക്കും നോക്കിക്കേ. ഇത് വരച്ച് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ടെക്നിക്കാണ്. ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടോട്ടൽ കോസ്റ്റ് ആയിരിക്കോ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കോ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കോ വലുത്, ടോട്ടൽ കോസ്റ്റ് ആണ് വലുത് അല്ലേ. അതുപോലെ ഏറ്റവും വലിയ കോസ്റ്റ് ഇതിൽ ഏതായിരിക്കും, ആവറേജ് കോസ്റ്റ് ആയിരിക്കും. ആവറേജ് കോസ്റ്റ് ആയിരിക്കും ഏറ്റവും വലുതുണ്ടാവുക. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആര് വരിക, ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരിക. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വരിക. ഓക്കെ, ഇനി ഇവരൊന്നും ബന്ധപ്പെടാതെ വരുന്ന ഒരാളുണ്ട്, മൂന്നാമതായിട്ട് വരുന്ന ഒരാൾ ഇവരെ ഏറ്റവും മിനിമത്തിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഏറ്റവും മിനിമത്തിൽ നിന്ന് ഇവരുടെയൊക്കെ മിനിമത്തിലൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരാളുണ്ട്. ഇയാളാണ് ആര്, MC കർവ്. ഇതാണ് മൂന്നാമത്തെ നമ്മുടെ കർവ് പറഞ്ഞത്. ഇനി AFC കർവ് ഉണ്ടല്ലേ, ആരെയും ദ്രോഹിക്കാതെ പോകുന്ന ഒരാളാണ്, ആരുമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരാളാണ് ആര്, AFC കർവ്. AFC കർവ് ഇതാ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ AFC കർവ് ഇങ്ങനെയാണ് പോകാറുള്ളത്. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് AFC കർവ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തരും. ഓക്കെ, സെപ്പറേറ്റ് തന്നെ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ കർവിൻ്റെ പേര്, തെറ്റിച്ചായിരിക്കും തരുന്നുണ്ടാവുക, അതിൻ്റെ പേര് എഴുതാൻ പറയും. അതേതാണ് AFC കർവ് ആയിരിക്കും. അപ്പോൾ 3 കർവ് വരക്കാൻ മറക്കണ്ട. ഏറ്റവും ടോപ്പിൽ ആദ്യം AC വരക്കുന്നു, പിന്നെ
തൊട്ട് താഴെ ABC ഇറക്കുന്നു. പിന്നെ ഏറ്റവും അവസാനം അതിൻ്റെയൊക്കെ ഏറ്റവും മിനിമം പോയിന്റിലൂടെ ആര് ടച്ച് ചെയ്തു പോകുന്നു? MC കർവ് കൂടി ടച്ച് ചെയ്തു പോകുന്നു. തീർന്നു പരിപാടി. ഇനി എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റിൻ്റെയും അതുപോലെ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ കോസ്റ്റും ഔട്ട്പുട്ടാണ്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് കോസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പരിപാടി. ഇത്തരമുള്ള നമ്മൾ ആകെ പഠിക്കട്ടെ. അപ്പോൾ ഇതാണ് കോസ്റ്റ് കർവുകൾ ഷോർട്ട് റണ്ണിൽ വരുന്നത്. വൃത്തിയായിട്ട് പഠിക്കുക. വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു തോന്നും. എൻ്റെ പേര് സൽസബീർ എന്നാണ്. വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും വണക്കം. ബായ്.